ഗസയിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ അമേരിക്കയിൽ വിദ്യാർത്ഥികൾ നടത്തിയ പ്രക്ഷോഭം ഭരണകൂടത്തിനുണ്ടാക്കിയ തിരിച്ചടി ചെറുതായിരുന്നില്ല. ഏപ്രിൽ 17-ന് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ തുടക്കമിട്ട പ്രതിഷേധ ജ്വാല മറ്റ് സർവകലാശാലകളിലേക്കും പടർന്നിരുന്നു. കൊല്ലുന്നത് ഇസ്രായേലാണെങ്കിലും അതിനുള്ള ആയുധവും പിന്തുണയും അമേരിക്ക നൽകുന്നതിനെതിരെ US-ലെ 120 പ്രമുഖ യൂണിവേഴ്സിറ്റികളിലാണ് അന്ന് പ്രതിഷേധം നടന്നത്. പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ US ഭരണകൂടം കൈകാര്യം ചെയ്തത് പക്ഷേ അങ്ങേയറ്റം ക്രൂരമായാണ്. ഗ്രാജുവേഷൻ സെറിമണി നടക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കണ്ണീർ വാതക പ്രയോഗത്തിലൂടെയും ഷോക്കടിപ്പിച്ചും വിദ്യാർത്ഥികളെ പോലീസ് നേരിട്ടു. ഇത് കണ്ട് മനോഹരമായ കാഴ്ച എന്ന് പറഞ്ഞ ട്രംപിന്റെ പ്രസ്താവനയും ആരും മറക്കാനിടയില്ല. അമേരിക്കയിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പല രാജ്യത്തു നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കാളികളായിട്ടുണ്ട്, ഇന്ത്യക്കാർ പ്രത്യേകിച്ച്. ഇപ്പോഴിതാ ഹമാസ് ആശയങ്ങൾ പ്രചരിപ്പിച്ചെന്നാരോപിച്ച് ഇന്ത്യൻ വംശജനായ ഗവേഷക വിദ്യാർത്ഥി US-ൽ നാടുകടത്തൽ ഭീഷണി നേരിടുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. രഞ്ജിനി ശ്രീനിവാസൻ എന്ന ഗവേഷക വിദ്യാർത്ഥി സ്വയം നാടുവിട്ടുവന്ന വാർത്തകൾ വന്ന് ദിവസങ്ങൾക്കുള്ളിലാണ് മറ്റൊരു ഇന്ത്യക്കാരൻ നേരെ നാടുകടത്തൽ ഭീഷണി. US-ലെ ജോർജ് ടൗൺ സർവകലാശാലയിൽ പഠിക്കുന്ന ബദർഖാൻ സൂരി എന്ന ഗവേഷക വിദ്യാർത്ഥിയാണ് നാടുകടത്തൽ ഭീഷണി നേരിടുന്നത്. ഇയാളെ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. ഡോക്ടർ ബദർഖാൻ സൂരി വാഷിംഗ്ടൺ DC-യിലെ ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റിയിൽ എഡ്മണ്ട് A. വാൾസ് സ്കൂൾ ഓഫ് ഫോറിൻ സർവീസിലെ പോസ്റ്റ് ഡോക്ടറൽ അസോസിയേറ്റ് ആണ്. 2020-ൽ ന്യൂഡൽഹിയിലെ ജാമിയ മിലിയ ഇസ്ലാമിയയിലെ നെൽസൺ മണ്ടേല സെന്റർ ഫോർ പീസ് ആൻഡ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷനിൽ നിന്ന് PhD നേടിയിരുന്നു. ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും സമാധാനം കെട്ടിപ്പടുക്കുന്നതിനെക്കുറിച്ചുള്ള ഡോക്ടറൽ ഗവേഷണം തുടരുന്നതിനിടെയാണ് ബദർഖാൻ US വിസ നേടുന്നത്. തിങ്കളാഴ്ച രാത്രി വിർജീനിയയിൽ ബദർ താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് മുഖംമൂടി ധരിച്ചെത്തിയ സംഘം ബദറിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതായാണ് റിപ്പോർട്ട്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയിൽ നിന്നാണെന്ന് പറഞ്ഞാണ് സംഘം എത്തിയത്. ബദറിന് ഭീകരബന്ധമുണ്ടെന്നും അദ്ദേഹത്തിന്റെ വിസ സർക്കാർ റദ്ദാക്കിയെന്നും ഈ സംഘം അറിയിച്ചു. പിന്നാലെ ബദർ സമൂഹ മാധ്യമങ്ങളിലൂടെ ജൂതവിരുദ്ധത വളർത്താൻ ശ്രമിക്കുകയും ഹമാസ് ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തുവെന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി ആരോപിക്കുകയായിരുന്നു. ഇങ്ങനെ ഫലസ്തീൻ ഐക്യദാർഢ്യവുമായി പ്രതിഷേധത്തിനിറങ്ങിയ വിദ്യാർത്ഥികളെ തിരഞ്ഞുപിടിച്ച് നടപടിയെടുക്കുകയാണ് US. ഫലസ്തീൻ ഐക്യദാർഢ്യത്തിന് അമേരിക്കയിൽ വേട്ടയാടപ്പെട്ട ഇന്ത്യക്കാരി എന്ന് തിരഞ്ഞാൽ രഞ്ജിനി ശ്രീനിവാസൻ എന്ന പേരാകും ആദ്യം കാണാനാവുക. ഫലസ്തീൻ അനുകൂല പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തതിനെ തുടർന്ന് US വിസ റദ്ദാക്കിയ രഞ്ജിനി കഴിഞ്ഞ ദിവസം സ്വമേധയാ നാട്ടിലേക്ക് മടങ്ങിയിരുന്നു. സെൽഫ് ഡിപ്പോർട്ട് അഥവാ സ്വയം നാടുകടത്തലിലൂടെയായിരുന്നു രഞ്ജിനിയുടെ മടക്കം. കൊളംബിയ സർവകലാശാലയ്ക്ക് കീഴിലെ സ്കൂൾ ഓഫ് ആർക്കിടെക്ചറൽ ഗവേഷക വിദ്യാർത്ഥിനിയായിരുന്നു രഞ്ജിനി ശ്രീനിവാസൻ. ഇങ്ങനെ അധിനിവേശ ഭരണകൂടത്തിനെതിരെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെയും അധ്യാപകരെയും യാതൊരു ദയവും കൂടാതെ അടിച്ചമർത്തുന്നത് തുടരുകയാണ് US. സർവകലാശാലയ്ക്കെതിരെ നടപടി കർശനമാക്കിയതും ഇതിന്റെ തുടർച്ചയായിരുന്നു. പ്രതിഷേധക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാത്തതിന്റെ പേരിൽ കൊളംബിയ സർവകലാശാലയ്ക്ക് നൽകിയിരുന്ന $40 കോടി ധനസഹായവും ട്രംപ് അടുത്തിടെ അതിന്റെ ഭാഗമായി റദ്ദാക്കിയിരുന്നു.